السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ പിഴവുകൾ അള്ളാഹു വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ എല്ലാവരുടെ ഖബറുകളും അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. സ്വർഗത്തിൽ നിന്നുള്ള വാതിലുകളുടെ ഖബറിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൽ ബഖറയിൽ നിന്നുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്യുകയും വിശദീകരണം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മിൽ നിന്നും അത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَقَدْ آتَيْنَا مُوسَى الْكِتَابَ وَقَفَّيْنَا مِنْ بَعْدِهِ بِالرُّسُلِ وَآتَيْنَا عِيسَى ابْنَ الْمَرْيَمَ الْبَيِّنَاتِ وَأَيَّدْنَاهُ بِرُوحِ الْقُدُسِ أَفَكُلَّمَا جَاءَكُمْ رَسُولٌ بِمَا لَا تَهْوَى أَنْفُسُكُمْ اسْتَكْبَرْتُمْ فَفَرِيقًا كَذَّبْتُمْ وَفَرِيقًا تَقْتُلُونَ. وَلَقَدْ آتَيْنَا مُوسَى الْكِتَابَ. മൂസാ നബി അലൈഹി ഇസ്ലാമിന് നാം ഗ്രന്ഥം നൽകി. ഗ്രന്ഥം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൗറാത്ത്. തൗറാത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു കൊടുത്ത ഗ്രന്ഥം ഏതാണ്? അത് തൗറാത്താണ്. തൗറാത്തിനെ നാം മൂസാ നബി അലൈഹി ഇസ്ലാമിന് നൽകി. എന്നിട്ടോ വഖഫൈനാ മിൻ ബഅദിഹി ബിർറുസുലി, അദ്ദേഹത്തിന് ശേഷം തുടർച്ചയായി നാം ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു, അവരെ ശക്തിപ്പെടുത്തി എന്നർത്ഥം. അതിനുശേഷം പ്രവാചകന്മാരെ വഖഫൈനാ മിൻ ബഅദിഹി ബിർറുസുലി ഐ അത്ബഅനാഹും റസൂലൻ ഫീ അസ്രി റസൂൽ, റസൂലിന്റെ പിറകെ മറ്റൊരു പ്രവാചകന്മാരെ വെച്ച് നമ്മൾ എന്ത് ചെയ്തു? അവർക്ക് തുടർ പ്രവാചകന്മാരെ വരുത്തി കൊടുത്തു. വആതൈനാ ഈസ ഇബ്ന മറിയമൽ ബയ്യിനാത്ത്, മറിയമിന്റെ മകനായ ഈസാ നബി അലൈഹി ഇസ്ലാമിற்கு നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകി. എന്താണ് ദൃഷ്ടാന്തം? അൽ മുഅ്ജിസാത്തി, അമാനുഷികമായ കഴിവുകൾ ഈസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകുകയുണ്ടായി. പ്രവാചകന്മാരിൽ നിന്നുണ്ടാകുന്ന അമാനുഷികമായ പരിപാടിക്ക് മുഅ്ജിസത്ത് എന്നും, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ നിന്നുണ്ടാകുന്ന അമാനുഷികമായ കാര്യങ്ങൾക്ക് കറാമത്ത് എന്നും പറയുന്നു. അപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാമിற்கு നമ്മൾ മുഅ്ജിസത്ത് കൊടുത്തു. വ ഇബ്രാഹിൽ അക്മഹി വൽ അബ്രസി, വെള്ളപ്പാണ്ടുകാരെയും കുരുടന്മാരെയും സുഖപ്പെടുത്തുന്ന ജോലി പോലെ. കാഴ്ച ഇല്ലാത്ത ഒരാളെ ഈസാ നബിയുടെ അടുക്കൽ ചെന്നാൽ ഈസാ നബി അലൈഹി ഇസ്ലാം തൻ്റെ പവിത്രമായ കരങ്ങൾ കൊണ്ട് അവരുടെ കണ്ണിനെ തടകുന്നു. അതോടുകൂടി അദ്ദേഹം കാഴ്ചയുള്ള ആളായി മാറുന്നു. അതുപോലെ തന്നെ വൽ അബ്രസ്, വെള്ളപ്പാണ്ടുകാർ, ഈസാ നബിയുടെ അടുക്കൽ കൊണ്ടുചെന്ന് വെള്ളപ്പാണ്ടുകാരെ ഒന്നുകിൽ വെള്ളം മന്ത്രിച്ചു കൊടുത്ത് അതൊക്കെ അവരെ കുടിപ്പിക്കുക, അതിൽ വെള്ളം ഒഴിക്കുക, അതില്ലെങ്കിൽ അവരുടെ ശരീരത്ത് തൻ്റെ മുഅ്ജിസത്തിൽ തൻ്റെ ബഹുമാനപ്പെട്ട കരങ്ങൾ കൊണ്ട് അവർ ശരീരം തടകുമ്പോൾ, വെള്ളപ്പാണ്ടുള്ള ഭാഗം തടകുമ്പോൾ അത് പൂർണ്ണമായും സുഖപ്പെട്ട് വെള്ളപ്പാണ്ട് ഇല്ലാത്തവർ എന്ന നിലയിലേക്ക് അവരെത്തിക്കും. അങ്ങനെയാണ് ഈസാ നബി അലൈഹിസ്സലാം അഥവാ യേശു ക്രിസ്തു എന്ന് ക്രിസ്തീയ സഹോദരങ്ങൾ പറയുന്ന ഇസ്ലാമിക ഖുർആൻ വിഷയങ്ങളിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറയുന്നത് ഇത്തരം ചരിത്രങ്ങളിൽ കൂടിയാണ്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അവർക്ക് പിൻഗാമിയായിട്ട് നാം അയച്ചു. അഫകുല്ലമാ ജാഅക്കും വഅയ്യദ്നാഹു ഖവ്വയ്നാഹു, നാം അവരെ ശക്തിപ്പെടുത്തി ബിറൂഹിൽ ഖുദുസ്, പരിശുദ്ധാത്മാവ് കൊണ്ട്. ആരെ? ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പരിശുദ്ധാത്മാവ് കൊണ്ട് നാം അവരെ ശക്തിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാം ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മാതാവിൻ്റെ മാറിടത്തിലേക്ക് എന്ത് ചെയ്തു? ഊതിക്കൊടുത്തു. അങ്ങനെ അത്
കാരണമായിട്ടാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിക്ക് ജനനം ഉണ്ടാകുന്നത്, അല്ലാതെ ഒരാളുമായിട്ട് ബന്ധം പുലർത്തിയിട്ടല്ല. അപ്പോ അല്ലാഹു തആല നേരിട്ട് ജിബ്രീൽ മുഖേന, മാലാഖയായ ജിബ്രീൽ മുഖേന ഈ രീതിയിലുള്ള ജനനം ഈസാ നബിക്ക് കിട്ടിയത് കൊണ്ടാണ് റൂഹുൽ ഖുദ്സ് അഥവാ പരിശുദ്ധാത്മാവ് എന്ന് പറയപ്പെടുന്നത്. ആ രീതിയിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ നാം എന്ത് ചെയ്തു? അള്ളാഹു പറയുന്നു, നമ്മൾ ശക്തിപ്പെടുത്തി റൂഹുൽ ഖുദ്സ്, പരിശുദ്ധാത്മാവ് കൊണ്ട്. അങ്ങനെ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അവർക്ക് ശേഷം, മൂസാ നബിക്ക് ശേഷം അവരെ വന്നി ഈസാ നബി അലൈഹി ഇസ്ലാമിനും ജിബ്രീൽ എന്ന മലക്കാണ് പരിശുദ്ധാത്മാവ് എന്ന പദം കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. പക്ഷെ മിക്ക വ്യാഖ്യാതാക്കളും അഭിപ്രായമുണ്ട്. പക്ഷെ ഇങ്ങനെയും അതിനുള്ള സംഭവങ്ങൾ അങ്ങനെയാണ്. അഫകുല്ലമാ ജാഅകും റസൂലും ബിമാ ലാ തഹ്വ അൻഫുസുകും, നിങ്ങളുടെ നഫ്സുകൾ നിങ്ങൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുമായി പ്രവാചകന്മാർ നിങ്ങളെടുക്കൽ വരുമ്പോൾ, ദൈവദൂതന്മാർ നിങ്ങളെടുത്ത് വരുമ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കും അവർ കൊണ്ടുവരുന്നത്, യഥാർത്ഥമായ നല്ല സത്യസന്ധമായ കാര്യങ്ങൾ. പക്ഷെ ഇസ്തക്ബർതും, നിങ്ങൾ അഹങ്കാരം നടിക്കും, അഹങ്കരിക്കും. ഫരീഖൻ കദബതും ഫരീഖൻ തഖ്തുലൂൻ, ചില ദൂതന്മാരെ നിങ്ങൾ തള്ളിക്കളയുകയും ഫരീഖൻ തഖ്തുലൂൻ, ചിലരെ നിങ്ങൾ വധിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരാണ്? ഫരീഖൻ മിൻഹും, നിങ്ങളിൽ നിന്നും ചിലരെന്ത് ചെയ്യും? അവരെ വിട്ടുകളയും, അതായത് വ്യത്യസ്തമായി കാണും. മനസ്സിലായില്ലേ? തള്ളിക്കളയും. ഈസ കളവാക്കും. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാര്യം പോലെ മുഹമ്മദ് നബി മൂസാ നബിക്ക് ശേഷം ഈസാ നബി വന്നു. അപ്പൊ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? പക്ഷെ അവർ കളവാക്കി ഈസാ നബിയെ, പ്രവാചകനായിട്ട് അവർ അംഗീകരിച്ചില്ല. അതുപോലെ ഫരീഖൻ തഖ്തുലൂൻ, ഒരു വിഭാഗം ആൾക്കാർ പ്രവാചകന്മാരെ വധിക്കുകയും ചെയ്തു. ഈ ഖത്തൽതും കസക്കരിയ, സക്കരിയ നബി അലൈഹി ഇസ്ലാമിനെ അവർ വധിച്ചു. യഹ്യ നബി അലൈഹി ഇസ്ലാമിനെയും. മരപ്പത്തിൽ ഇരുന്ന് ആരാധനാകർമ്മം നിർവഹിക്കുന്ന സമയത്താണ് സക്കരിയ നബി അലൈഹി ഇസ്ലാമിനെ ഈർച്ചവാൾ കൊണ്ട് മരത്തോടൊപ്പം മുറിച്ച് അവർ കൊല്ലുന്നത്. അത്രയ്ക്കും ധിക്കാരമായ, നികൃഷ്ടമായ, ക്രിമിനൽ കുറ്റമുള്ള, ക്രിമിനൽ സ്വഭാവമുള്ള രീതിയിലാണ് ആ പ്രവാചകന്മാരെ അവർ വധിച്ചത്. ആ രീതിയിലായിരുന്നു അവരുടെ സ്വഭാവം. ചില പ്രവാചകന്മാരെ അവർ കളവാക്കി, ചിലരെ അവർ കൊന്നു. ആ രീതിയിൽ അവർ മുന്നോട്ട് പോയി. വഖാലൂ ഖുലൂബുനാ ഗുൽഫുൻ ബൽ ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം ഫഖലീലം മാ യുഅ്മിനൂൻ. അവർ പറഞ്ഞു, ഞങ്ങളുടെ മനസ്സുകൾ അടഞ്ഞു കിടക്കുകയാണ്. ഉഫുലാണ്, അവരുടെ മനസ്സുകൾ അടഞ്ഞു കിടക്കുകയാണ്. ഐ മുഗശാത്തുൻ ബിഅഗ്തിയത്തിൻ, മൂടികൊണ്ട് മൂടപ്പെട്ട സാധനമായി മാറി. ഫലാ തഈ ഫലാ തഖൂലു, അപ്പോ ഫലാ തഈ, അതിലൊരു കാര്യവും എത്തുകയില്ല, ഗ്രഹിക്കാൻ കഴിയില്ല. ഹൃദയത്തിലെ നല്ല കാര്യങ്ങളൊന്നും കയറുകയില്ല. ബൽ ലഅനഹുമുല്ലാഹ്, പക്ഷേ അവരുടെ കാര്യം എന്താണെന്നറിയാമോ? അബ്അദഹും മൻ റഹ്മത്തിഹി, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് അള്ളാഹു അവരെ ആട്ടി ഓടിച്ചിട്ടുണ്ട്, ദൂരമാക്കിയിട്ടുണ്ട്, ശപിച്ചിട്ടുണ്ട് അവരെ. വഖുദുലഹും മിൻ ഖബൂലി, സ്വീകരിക്കുന്നതിൽ നിന്ന് അവരെ എന്ത് ചെയ്തു? അവര് ആ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ സ്വീകരിക്കുന്നതിൽ നിന്ന് അവരെ മാറ്റിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റഹ്മത്തിനോട്ട് അവർ ദൂരമാക്കി, നല്ല കാര്യങ്ങൾ സ്വീകരിക്കുന്നതിൽ നിന്നും അവരെ മാറ്റി നിർത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ബികുഫിരിഹിം, അവരെ കുഫർ കാരണമായിക്കൊണ്ട്, അതായത് ബലീസ അലമു കബൂലിഹിം, കബൂലിയത്ത് ഇല്ല, ലിഖിലലി ഫി ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ള കുഴപ്പങ്ങൾ കൊണ്ട് നല്ല കാര്യങ്ങൾ അവർ സ്വീകരിക്കുകയില്ല, ഹൃദയത്തിൽ അത് പതിയുകയുമില്ല. ഫഖലീലം മാ യുഅ്മിനൂൻ, അവരിൽ ചിലർ, വളരെ കുറച്ചു പേർ ചെയ്യും, വിശ്വസിക്കും. ഈമാനുഹും ഖലീലൻ ജിദ്ദൻ, വളരെ കുറഞ്ഞ രീതിയിൽ അവർ വിശ്വസിക്കും. അപ്പൊ ചില കാര്യങ്ങളിൽ അവർ വിശ്വാസം കൊള്ളും, ചില ആൾക്കാർ വിശ്വസിക്കും. അല്ലാതെ അവര് പൂർണ്ണമായി പ്രവാചകന്മാരെ അംഗീകരിക്കുന്നവർ ആയിരുന്നില്ല.
അവരുടെ ഹൃദയങ്ങൾ അവർ പറയും, ഞങ്ങളുടെ ഹൃദയങ്ങളൊക്കെ അടഞ്ഞുപോയി, ഖാലൂ ഖുലൂബുനാ ഗുൽഫുൻ, അടഞ്ഞു കിടക്കുകയാണ്, മൂടി വെച്ച് അടയ്ക്കപ്പെട്ടതുപോലെ. ഒരു കാര്യവും നല്ല കാര്യങ്ങളിൽ അവർക്ക് ശ്രവിക്കാൻ കഴിയില്ല, മനസ്സിലാക്കാൻ കഴിയില്ല, അതനുസരിച്ച് പ്രവർത്തിക്കുകയുമില്ല. പക്ഷേ അള്ളാഹു ബൽ ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം, അവരെ കുഫ്രിയത്ത് കാരണമായിക്കൊണ്ട് അള്ളാഹു അവരെ നല്ല കാര്യങ്ങൾ കേൾക്കുന്നതിൽ നിന്നും വളരെ വിദൂരത്താക്കി. പക്ഷെ ഖലീലൻ മാ യുഅ്മിനൂൻ, അതിനാൽ വളരെ കുറച്ചേ അവർ വിശ്വസിക്കുന്നുള്ളൂ. കുറച്ച് കാര്യങ്ങളൊക്കെ അവർ വിശ്വസിക്കും, അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ അവർ വിശ്വസിക്കും. ആ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യും? അവര് വിശ്വസിക്കാതെ അതിനെ അവരെന്ത് ചെയ്യും? അവിശ്വാസമായി രേഖപ്പെടുത്തുകയും ചെയ്യും. അതായിരുന്നു അവരുടെ സ്വഭാവങ്ങൾ. ഓരോ പ്രവാചകന്മാരെ കാലഘട്ടങ്ങളിലും ഇതുപോലുള്ള ആൾക്കാരുണ്ടായിട്ടുണ്ട്. മൂസാ നബിക്കു നാം വേദങ്ങൾ നൽകിനാൻ, ദൂതരെ ഭൂമവും നിയോഗിച്ചു. പിന്നെയും ഈസാ പ്രവാചകൻ മറിയമിൻ പുത്രനായി ജാതനായി അത്ഭുതം സൃഷ്ടിച്ചതില്ലയോ. ശക്തിനാളങ്ങളാൽ ഈസാ നബിക്കു നാം പിൻബലം നൽകിനാൻ, അത്ഭുതം കാട്ടുവാൻ. അപ്രിയം ചെന്നോരു ദൂതരെ നിന്ദ്യമായി ഭർഷിച്ചയച്ചാരഹന്തയാൽ നിങ്ങളും. അന്യരെ മർദ്ദിച്ചു ജീവൻ ഹനിച്ചതും വിസ്മരിച്ചിടുവാനാവില്ലൊരിക്കലും. സാന്ദ്രമാം പർദ്ദയാൽ ആച്ഛാദനം ചെയ്ത ചേതസ്സിലുണ്ടോ കടക്കുന്നു ദീപ്തികൾ. ഏവം പരിഹസിച്ചോതും നിഷേധികൾ ഈശ്വരൻ കോപന ശാപങ്ങൾ നൽകിനാൻ. അല്ലാഹുവിൻ ശാപമാർജിച്ച കാരണ അല്പജ്ഞരായി ഭവിച്ചു പോയി ജനം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നല്ല കാര്യങ്ങൾ കേൾക്കുവാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകട്ടെ. എല്ലാവിധമായ വിപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് കാവലും കരുണയും നൽകട്ടെ. നമ്മുടെ രാജ്യങ്ങളിൽ, നമ്മൾ വസിക്കുന്ന രാജ്യങ്ങളിൽ ശാന്തിയും സമാധാനവും സന്തോഷവും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാടുകളിൽ വരുന്ന ഇലക്ഷനുകളിൽ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അനുകൂലമായി നിൽക്കുന്ന നല്ല ആൾക്കാരെ തിരഞ്ഞെടുത്ത് അധികാരത്തിൽ വരുത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഗൾഫ് രാജ്യങ്ങളിൽ ഉരുണ്ടുകൂടിയിട്ടുള്ള യുദ്ധഭീഷണി, യുദ്ധം എത്രയും പെട്ടെന്ന് അത് നിർത്തി എല്ലാവിധമായ സമാധാനവും അള്ളാഹു നൽകട്ടെ. വളരെ ഭീതിയിലാണ് ഗൾഫിലുള്ളവർ കഴിയുന്നത്. ഓരോ സമയങ്ങളിലും അലാറങ്ങളും മറ്റും വരുമ്പോൾ വളരെ ഭീതിയോടുകൂടിയാണ് കഴിയുന്നത്. എല്ലാം അള്ളാഹു സമാധാനത്തിലാക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയൊരു ഖബറുകൾ അള്ളാഹു വിശാലമാക്കട്ടെ. നമ്മുടെ മക്കൾക്ക് നാഫിയായ ഇൽമും ഓർമ്മ ബുദ്ധിയും സൽസ്വഭാവവും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. മദ്രസകൾ തുടങ്ങാനായി വരുന്നു. എല്ലാ കുട്ടികളെയും ദീനീ കലാലയങ്ങളിലേക്ക് വിട്ടുകൊണ്ട് ദീനിൻ്റെ പഠനം തുടങ്ങണം, നിർത്തിക്കളയരുതെന്ന് രക്ഷകർത്താക്കളോട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.